അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇന്ന് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ നീക്കങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ്. ഇന്ന് MP രാജേഷാണ് ഈ സ്വർണ്ണക്കൊള്ള UDF-ലേക്ക് കോൺഗ്രസിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പോറ്റി ശബരിമലയിൽ എത്തുന്നത് UDF-ന്റെ ഭരണകാലത്ത് ആണ് എന്നാണ്. പോറ്റി കയറുന്നത് KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന ആ ഒരു ഘട്ടത്തിലാണ്. മാത്രവുമല്ല, പോറ്റിയെ സോണിയയുടെ അടുത്തേക്ക് എത്തിച്ചത് ആരെല്ലാമാണ് എന്നുള്ള രാഷ്ട്രീയ ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതീവ സുരക്ഷയെ നിൽക്കുന്ന സോണിയയുടെ അടുത്തേക്ക് എങ്ങനെയാണ് പോറ്റിയെ പോലെ ഒരാൾക്ക് കടന്നു കയറാൻ കഴിയുക? അപ്പോൾ ഈ നീക്കങ്ങളെല്ലാം MP രാജേഷ് ഉന്നയിച്ച ഈ നീക്കങ്ങളെല്ലാം ചെന്ന് വീഴുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിന് കൂടി പങ്കുണ്ട് എന്നുള്ള തരത്തിലേക്കാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ സാഹചര്യത്തെ കാണുന്നത്? വളരെ നല്ല സന്തോഷം. വളരെ ഗൗരവമുള്ള തമാശയായി ഞങ്ങൾ കാണുകയാണ്. അവരിങ്ങനെയൊക്കെ തന്നെ പറയണം. ആദ്യം രാജേഷ് ചെയ്യേണ്ടത് CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ MA ബേബിയെ ഇതൊന്ന് ബോധ്യപ്പെടുത്തണം. അദ്ദേഹം പറയുന്നതിന് മുകളിലാണ് രാജേഷ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനങ്ങനെ കണ്ടിട്ടില്ല. BJP-യുമായിട്ട് ഇപ്പോൾ സഖ്യകക്ഷി ആയതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ധാരണ ബേബിയേക്കാൾ വലുത് രാജേഷാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പിന്നെ അന്വേഷണം നടത്തേണ്ടത് 10-11 വർഷമായി ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളല്ല. കേരളത്തിൽ 10ഓളം ആകുകയാണ് ഞങ്ങൾ പ്രതിപക്ഷത്തായിട്ട്. ഞങ്ങളല്ല അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി നാളെ തന്നെ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം. കോൺഗ്രസിൻ്റെ KC വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്യണം. പ്രയാർ ഗോപാലകൃഷ്ണൻ അങ്ങ് പിന്നെ ഇവിടെ എല്ലാം വിട്ടുപോയതുകൊണ്ട് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഒരു മെസ്സഞ്ചർ വഴി പ്രയാർ ഗോപാലകൃഷ്ണനെ തിരിച്ചു കൊണ്ടുവരണം. അദ്ദേഹം ഇപ്പം ഇവിടെ ഇല്ല, ലോകവാസത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരണം. ഇനി മറ്റേതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ അടിയന്തരമായി നാളെ തന്നെ കഴിയുമെങ്കിൽ, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്ത പോലെ ആരും അറിയാത്ത സമയത്തോ ഉറങ്ങുന്ന സമയത്തോ അല്ല, വളരെ കൃത്യമായി ഓപ്പണായി നാളെ രാവിലെ 10 മണിക്ക് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു ക്രമീകരണം ഉണ്ടാക്കണം എന്നാണ് വളരെ വിനയത്തോടുകൂടി നിങ്ങളുടെ ഈ ആവേശത്തെ മാനിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം. ഇനി അതല്ല, ഇനി ഇങ്ങോട്ട് സോണിയാഗാന്ധിയെ വരുത്തേണ്ട കാര്യമുണ്ടെങ്കിൽ 19-ാം തീയതി രാഹുൽ ഗാന്ധി വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ വേണേൽ വരാൻ പറയാം. ഇവരിനി അങ്ങോട്ട് പോയി വിഷമിക്കേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനും ഞങ്ങൾ പറയാം. നിങ്ങൾക്കൊക്കെ തലയ്ക്ക് അസുഖമല്ലോ ഉണ്ടോ? ഞാൻ തമാശയായിട്ട് ചോദിക്കുക അല്ല, സീരിയസ് ആയിട്ട് ചോദിക്കുക. നമ്മളൊരു വിഷയത്തിൻ്റെ ഗൗരവം, അയ്യപ്പൻ എന്താണ്, ശബരിമല എന്താണ്, വിശ്വാസം എന്താണ്, വിശ്വാസികൾ എന്താണ് എന്ന നല്ല ബോധത്തോടു കൂടി വേണം ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ. ജനം TV ആണ്, BJP ആണ്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇത് കാണുന്ന ലക്ഷോപലക്ഷം വരുന്ന ഭക്തരുണ്ട്. ഞാൻ അയ്യപ്പ ഭക്തനാണ്. ഞാൻ ശബരിമലയിൽ നിങ്ങൾക്കെതിരെ CPM ഉയർത്തിയ രാഷ്ട്രീയ ആരോപണത്തെ കുറിച്ചാണ് ചോദിച്ചത്. ഇത് ജനം TV കൊണ്ടുവന്നതല്ലോ. ജനം TV വിഷയം ചർച്ച ചെയ്യുന്നു. അതിന് ജനം TVക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത്, അതായത് MP രാജേഷ് അതീവ ഗുരുതരമായ ഒരു ആരോപണം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. സോണിയയുടെ പേര് കേട്ടപ്പോൾ ഈ രാഷ്ട്രീയ സമരത്തിൽ നിന്നും കോൺഗ്രസ് പിൻവാങ്ങി പേടിച്ചോടുകയാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത്. ഞാൻ ഈ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ കേട്ടാൽ തിരിച്ചറിയുന്ന ആളായതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ചാനൽ എന്നെ വിളിച്ച് വിളിയിരുത്തിയിരിക്കുന്നത്. 10 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ മറുപടികൾ മാറുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് CPM-ഉം BJP-യും നിങ്ങളും ഹാലിളക്കുന്ന ഒരു ഹാലിളക്കവും വേണ്ട. ഞാൻ പറഞ്ഞു 19-ാം തീയതി മഹാപഞ്ചായത്ത് നടക്കുകയാണ് എറണാകുളത്ത്. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ മത്സരിച്ചവരും പങ്കെടുക്കുന്ന മഹാസംഗമമാണ്. എളുപ്പത്തിന് ഞാൻ പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വരുന്ന കൂട്ടത്തിൽ നിങ്ങൾ BJP-യോ ജനം TV-യോ ഇനി അതല്ല രാജേഷിൻ്റെ ഗവൺമെൻറ്റോ ആഭ്യന്തരമന്ത്രിയോ പോലീസോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കയ്യോടെ പറയാമെങ്കിൽ അന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറയാം. നിങ്ങൾ കയ്യോടെ അറസ്റ്റ് ചെയ്യണം. നിങ്ങൾ ചോദ്യം ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞോ? നിങ്ങൾ പറയുന്നത്, നിങ്ങൾ മീൻസ് രാജേഷ് എന്ന മന്ത്രി പറയുന്നത്
കേൾക്കാൻ ആദ്യം അദ്ദേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയെയാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്താ കാരണം? സോണിയാഗാന്ധിയെക്കുറിച്ച് ഇങ്ങനൊരു ആക്ഷേപം പറയാനുള്ള വിവരക്കേട് CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ ബേബിക്കില്ലെന്ന് ബേബി പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ആദ്യം ബേബിയെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജനൻ ടി വിയെ ഞാൻ എതിർക്കുകയല്ല ചെയ്തത്, BJP എതിർക്കുകയല്ല ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇത് കാണുന്ന ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തരുണ്ട്. ആ വിശ്വാസികളുടെയും വിശ്വാസത്തിൻ്റെയും അവരുടെ വേദന മനസ്സിലാക്കി വേണം ഒരു ചർച്ച നടത്താൻ. അത് ഇത്രയും ഗൗരവമായ ഒരു വിഷയത്തെ കോമഡിയാക്കി മാറ്റരുത് എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ ചോദ്യം ചെയ്യണോ? നിങ്ങൾ ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണോ? നിങ്ങൾ അറസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ, ഞങ്ങൾക്ക് തർക്കമില്ല. ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വാജിവാഹനം ഈ പാതിരാവിൽ അകമ്പടിയില്ലാതെ പിന്നെ സ്വർണ്ണപ്പാളി പൊളിച്ചുകൊണ്ട് പോയതുപോലല്ല, ഔപചാരികമായ ചടങ്ങാണ്. ഞാൻ തന്ത്രിയല്ല, എനിക്ക് മന്ത്രങ്ങളെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിക്കുമെന്നല്ലാതെ മന്ത്രങ്ങൾ ഞാൻ വലിയ പാണ്ഡിത്യമുള്ള ആളല്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ഒരു വാജിവാഹനം ക്ഷേത്രങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്നത് തടിയിൽ ഉപയോഗിക്കാറുണ്ട്. ആ തടിയിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരമുള്ള നടപടികൾ കഴിഞ്ഞാൽ അത് കത്തിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാത്തതാണെങ്കിൽ അത് വെള്ളത്തിൽ ഒഴുക്കും. ഇപ്പം ലോഹനിർമ്മിതമാണെങ്കിൽ അത് തന്ത്രിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. ഇത് മോഷണം മുതൽ എന്തായാലും പരസ്യമായി ലക്ഷോപലക്ഷം വരുന്ന ഭക്തരുടെ മുൻപിൽ ഫോട്ടോയും എടുത്ത് ലൈവായി വിതരണം ചെയ്യത്തില്ലല്ലോ. ചെയ്യുമോ? ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്, നേരിൽ അടുത്ത് പോയി കണ്ടിട്ടുണ്ട്. ഞാൻ BJP-കാരനായിട്ടല്ലല്ലോ പോയി ഷെയ്ക്കാൻ കൊടുത്തത്, ആണോ? നാളെ രാവിലെ എൻ്റെ ഭാഗത്തൊരു കുഴപ്പം വന്നാൽ നമ്മളൊന്നിച്ച്, ആങ്കറായ താങ്കൾ വേറൊരു മാധ്യമത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊന്നിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, താങ്കൾ ഒരു കുഴപ്പത്തിൽപ്പെട്ട ഉടനെ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് വരുമോ? ഈ ചാനൽ ചർച്ചയിൽ നമ്മളിപ്പോൾ ഇത്രയും പേര് 4 പേര് പലയിടത്താണെങ്കിലും ഇരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ഒരു ബ്യൂറോയിൽ ഇരുന്ന് ചർച്ച ചെയ്തെന്നിരിക്കും. ഒന്നിച്ച് ചിലപ്പോൾ ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുത്തെന്നിരിക്കും. ഉടനെ തന്നെ അതിലാരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർ കൊടുക്കാനോ അത്തരത്തിൽ സോണിയാഗാന്ധിക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ശബരിമല എന്ന് പറയുന്നത് ഒരു നേതാവല്ലല്ലോ, ഒരു സാധാരണ വ്യക്തിയല്ലല്ലോ സോണിയാഗാന്ധി. അതുകൊണ്ടാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. താങ്കൾ പ്രാഥമികമായി പറഞ്ഞു വരുന്നത് അത്തരത്തിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഈ സമരത്തിൽ നിന്ന് UDF പിന്മാറുന്നില്ല, ഇതൊക്കെ ബാലിശമാണ് എന്ന